മണ്ടോത്ത് ജാനുവിന്റെ മോനല്ലാണ്ടി എനിക്ക് വേറെ ആരെയും കിട്ടിയില്ലെന്നെ. അച്ഛാ വേണ്ടച്ചാ അടിക്കണ്ട. ഇഞ്ഞു ഇവനുവാ എല്ലാത്തിനും കാരണം. ഇവളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇഞ്ഞു ഓർമ്മിക്കണ്ടേ എനിക്കൊരു പെങ്ങളുണ്ട് എന്നല്ലേ. മോളെ നീ ഏട്ടൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഓനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഒഴിവാക്കി ഒരുത്തനാ. അതെന്നോട് സായിച്ചേട്ടൻ പറഞ്ഞിക്ക്. ഒന്ന് കെട്ടി ഒരുത്തനെ എനിക്ക് പ്രേമിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അമ്മയ്ക്ക് എന്താ, ഞാൻ സഹിച്ചോളൂ. 40 വയസ്സുണ്ടല്ലേ മോനെ. നിങ്ങൾ എന്നെ അടിച്ചാലും കൊന്നാൽ ഞാൻ സായിച്ചേട്ടനെ കിട്ടൂ. എന്തെന്നാ മോനെ നമ്മളിപ്പം ചെയ്യാ? എനക്ക് അറിഞ്ഞൂടച്ചാ. മണ്ടത്ത് ഞാൻ എന്റെ മോൻ്റെ ഇടയിലോട് പോയിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്ന മോനെ. അഞ്ജു മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സജീഷ് ഇനി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞിരുന്നേ. സായിച്ചേട്ടനെ നിങ്ങളെ കെട്ടാൻ നന്നായിട്ട് എനിക്കറിയാം. ഓരോരുത്തി വലതുകാലം വെച്ച് പൊരേക്കാരി വന്നിന് അന്ന് തുടങ്ങി ഇവിടുത്തെ നാശം. അമ്മ ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നേ? പൊന്നാങ്ങളെ എന്റെ പ്രേമത്തിൽ അനിയത്തിനെ കൂട്ടിപ്പിച്ച് പിന്നെ ഓളിങ്ങനെ തന്നെയല്ലേ ചെയ്യാ. നമുക്ക് ഇവിടെ നിന്ന് ഇനി എവിടെയെങ്കിലും പോവാ. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂല. എല്ലാത്തിനും കാരണം ഞാനാന്ന് എല്ലാവരും പറയുന്നു. ശരണ്യ അമ്മ പറഞ്ഞ് നീ നോക്കണ്ട. അമ്മ മാത്ര അച്ഛൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാത്തിനും കാരണം നിങ്ങളെ പെങ്ങളെ മുടിഞ്ഞ പ്രേമ. അതിനു മുന്നേ എല്ലാവർക്കും നല്ല സ്നേഹനു എന്നോട്. ഇതുപോലൊരു വൃത്തിയായിട്ട് ഒരുത്തനെ തന്നെ ഓള് പ്രേമിച്ചല്ലോ. എനിക്കതാ സങ്കടം. ഏട്ടാ ഓൻ്റെ കൂടെ ആയിട്ട് ഓള് പോയെങ്കിൽ ഓളെ കാര്യം തീർന്ന്. പിന്നെയില്ലേ ഓൻ്റെ അമ്മ എന്തെല്ലാം ആഭിചാരെല്ലാം ചെയ്യുന്ന സ്ത്രീയാ. മോളെ നീ ഏട്ടൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഏട്ടൻ ചതിയനാ. ചേച്ചിയുടെ ചേട്ടന്റെ കാര്യത്തിൽ ഞാനല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന് നിങ്ങൾ എൻ്റെ കൂടി. മോളെ ഏട്ടനത് മനസ്സിലായിട്ടല്ല. ഇവനെ പോലത്തെ ഒരുത്തന്നെ എങ്ങനെ എന്റെ തലയിൽ ഞാൻ കെട്ടിവെച്ച് തരുവാ? എനിക്ക് ഓനെ കുറിച്ച് എന്തെങ്കിലും അറിയാവാ? ഓന്റെ അമ്മയില്ലേ? മതി നിർത്ത്. സായിച്ചേട്ടനെ കുറിച്ച് ഇനി എനിക്ക് കേൾക്കണ്ട. എനിക്കിപ്പോ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലണേ. ഈ ഒരു കാര്യം അറിയാം, ഈ ലോകത്തെ ഏറ്റവും വൃത്തിയായിട്ട് ഒരുത്തിനെ ഞാൻ പ്രേമിക്കുന്നത്. എനക്കെന്നല്ല ഒരാങ്ങളക്കും ഇതൊന്നും അംഗീകരിച്ചിടാൻ പറ്റൂല. സായിച്ചേട്ടാ എനിക്കിനി പറ്റൂല. നമ്മൾ പോവും എവിടെയല്ലോ. ഇന്നലെ എന്നെ അച്ഛൻ കൊറേ അടിച്ചിക്ക്. നീ നഞ്ചിരി പറയുന്നേ? എനിക്ക് 18 വയസ്സായിക്കാ. ഞാനിപ്പോൾ ഇങ്ങനെ കുട്ടികളെ എങ്ങ് പോയാൽ ഞാൻ പോസ്കോനുള്ളിൽ കിടക്കേണ്ടി വരും. അത് മനസ്സിലാക്കാത്തേ. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അടുത്ത ബുധനാഴ്ച എനിക്ക് പാണ്ടാവൂലേ? 18 ആട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഈ ബസ് കയറി ഇരിക്കല്ല, നമ്മളെ നാട്ടുകാർ മൊത്തം ഉണ്ട് നോക്കുന്നത്. ഞാൻ ഇങ്ങനെ വൈകുന്നേരം ബസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇനി പേടിക്കണ്ടടി, സജയ് ചേട്ടനില്ലേ? നിങ്ങളിത് പൊട്ടിച്ചല്ലോ. പൊട്ടിച്ചല്ലടി, ഞാൻ വെച്ചല്ലേ. ഇങ്ങനെയാ മോനെ ഓളിതുവരെ ക്ലാസ്സും കഴിഞ്ഞ് വന്നില്ലാലോ. ഓളിങ്ങി വരുവമ്മേ. നീ നേരെ വെക്കടി നല്ലണോ. ഈ പെണ്ണിതെന്താക്കുന്ന? ഓളെ ക്ലാസ്സിന് വന്നാക്കടാ, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ. പോണ്ടിയതാണ് നമ്മൾ പിടിച്ചേറ്റാലൊന്നും നിൽക്കുമല്ലോ വസന്ത. നിങ്ങളോട് ഞാൻ എത്രയായി കുറച്ച് ചട്ടി വാങ്ങിത്തരാൻ പറയുന്നേ? ചട്ടി വാങ്ങാൻ പറ്റിയ അവസ്ഥയായി ഇപ്പം നമുക്ക്. മോനെ നമ്മളിപ്പോൾ എന്താ ചെയ്യാ? അച്ഛാ ഞാൻ എന്തായാലും ഓനൊന്ന് പോയി കാണട്ടെ. എന്നാ ഞാനും വരുന്നു, നിനക്ക് ഓനൊന്ന് കാണണം. വേണ്ട അച്ഛാ, ഓനെ ഞാൻ പോയി കണ്ടോളാം. ഏട്ടാ നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? വെറുതെ അവനോട് പ്രശ്നത്തിനൊന്നും പോണ്ടേ. നിന്റെ പണിയെടുക്ക്. എനക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സജേഷേ നീ അതങ്ങ് വിട്ടേക്ക് കേട്ടാ. എന്തുട്ടിയൊക്കെ എന്തെന്നാ എനിക്കറിഞ്ഞൂടാ. എടാ എൻ്റെ പെങ്ങളെ ഞങ്ങൾ വിട്ടേക്ക്. ഇവിടെ ഇഞ്ച പെങ്ങളെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടാ. എടാ 10-40 വയസ്സായിരിക്കും. ലേശം എളുപ്പം വേണം. എൻ്റെ പെങ്ങൾക്ക് 18 പോലും തേഞ്ഞിക്കില്ല. ചെറിയ പിള്ളറ വയസ്സിൽ നടക്കുന്നു. ഇനിയാണ് എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാക്കുന്നത്. എനിക്ക് 35 വയസ്സായിക്കാളൂ. എടാ പന്നി, എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തീർത്തളിയും ഞാൻ മടിക്കൂല കേട്ടാ.
ഇവിടെ ആയിട്ട് കൂട്ടാഴ്ച കളിക്കണ്ട കേട്ടോ. കളിച്ച് ഇനി എന്താക്കൂ? ഇത് നാളെ ഏരിയ എന്താക്കടാ എന്താണ് പ്രശ്നം? എന്ത് കണ്ടിട്ടാ ബസ്സിന്റെ ഏരിയ വന്ന് കളിക്കുന്നേ? ഇനി മര്യാദക്ക് പുറക്ക് പോക്കുണ്ടാവില്ല കേട്ടുക്കാ. എന്റെ പെങ്ങളെ ഇനി പുറേ പോയി പഠിപ്പിച്ചോ, ഇവിടെ വന്ന് കളിക്കണ്ട. എൻ്റെ പെങ്ങളെ ജീവിതം ഞാൻ നശിപ്പിച്ചതാണെങ്കിൽ ഞാൻ കൊന്നുകളയാൻ ഞാൻ മടിക്കൂലടാ. നീ തോലിക്കൂ. എന്നെ എന്തിനാ വിളിച്ചേ? മോളെ, നമ്മൾ നല്ലൊരു സമാധാനത്തിൽ പോകുന്നൊരു കുടുംബേനും അത് ഇഞ്ഞായിട്ട് നശിപ്പിക്കരുത്. ഞാനായിട്ട് എന്താ നശിപ്പിച്ച് നമ്മ പറയുന്നത്? ഒരാളെ സ്നേഹിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ? മോളെ, സ്നേഹിക്കുന്ന ഒരു തെറ്റല്ല, പക്ഷെ സ്നേഹിക്കുന്ന ആൾക്കൊരു ക്വാളിറ്റി വേണം. എനിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും സാക്ഷിയേട്ടൻ്റെ അടുത്തുണ്ട്. എനിക്കെന്താണ് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത? മോളെ, ഞങ്ങൾ അവനെ പറ്റി അന്വേഷിച്ചു നോക്കി, എനിക്ക് പറ്റിയൊരു ബന്ധമേ അല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും സാക്ഷിയേട്ടന് മറക്കാൻ എനിക്ക് പറ്റൂല. ഇനി ഇത് കണ്ട വിശക്കുല്ല. ഇനി അവൻ്റെ കൂടി പോയാലേ ഇത് ചോറ്റിൽ വെച്ച് ഞാനും ജമ്മി അങ്ങ് കഴിക്കും. കേരളത്തിലെ സകല പാരന്റ്സിന്റെ പരിപാടിയാ മക്കൾക്ക് ഒരു പ്രേമം ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ വിഷക്കുപ്പി എടുത്ത് വന്നോളൂ. വസന്തേ, നീ കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിയ. ഇതൊക്കെ പെണ്ണിതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല എന്നാ അതെ നീ എന്നെ വിളിക്കാണ്ടിന്ന്. നിങ്ങൾ എത്ര ഞാൻ വിളിച്ച് പരിധിക്ക് പുറത്താണോ പറയുന്നത്? നീ ചെക്കനോട് പറഞ്ഞില്ല? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മണ്ടോത്ത ജാനുവിന്റെ പുരക്ക് വലത് കാല് വെച്ച് കാര്യമക്കളെ. ചേട്ടാ അമ്മ ഇങ്ങനെ മണിയെല്ലാം മുട്ടുന്നത്. അമ്മ എപ്പോ മുട്ടുന്നല്ലേ? പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാട്ടോ. എന്ത് പഠിക്കേ? അത് എനിക്കൊരു ശീലമായി പോവും. എന്നാ മോളെ എടുത്തോടാ. നിങ്ങളെ മോളെന്താ പിടിയാ? സജേഷേ ഓടിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ആള് വന്നേ, നിങ്ങൾ വിളിക്ക്. എന്നാടാ എന്റെ പുറക്ക് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്ന? മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങളോട് രണ്ടാളോട് എനിക്ക് കെട്ടിച്ച് തരുമോന്ന്? ആര്യാടാ കണ്ട്? ആര്യാടാ കണ്ട്? ആര്യാടാ കണ്ട്? ആര്യാടാ കണ്ട്? ആര്യാ കണ്ട്? ഇങ്ങോട്ട് വന്നിട്ട് കൊത്തും ഞാൻ, കൊത്തും ഞാൻ. അച്ഛാ ഓളെ മറന്നേക്ക്, ആയിട്ട് ആ സ്ഥലത്ത് അവൾ എത്തിപ്പെട്ടെ. മോനെ മണ്ടോ ജാനുവിന്റെ പുറത്ത് ആര്യാ കണ്ട്? ആര്യാടാ കണ്ട്? എന്തൊരു ചൂടാണ്. നിങ്ങക്ക് അതിലൊരു AC ഇങ്ങനെ വെച്ചൂടെ? AC വെക്കണ്ട, BPL APL ആയി പോവും. അത് വേണ്ടേ? APL-ഉം BPL-ഉം കറങ്ങാത്തൊരു ഫാനും. കറങ്ങാത്ത പേനാ? കറങ്ങുന്നുണ്ടല്ലോ. എൻ്റെ അച്ചാച്ചൻ വാങ്ങിയ പേനാ, നല്ല കാറ്റില്ലേ? എന്തിനാണല്ലേ ഏട്ടാ ഇതിങ്ങനെ കുടിക്കുന്നേ? ഇത്ര ദിവസം നിങ്ങൾ തുടങ്ങിയിട്ട്. പറ്റുന്നില്ലടി എനക്ക്. നമ്മളെല്ലാവരെയും സ്വപ്നമല്ലേ അവളെ കല്യാണം. അവളുടെ ലൈഫ് എന്താവും ആലോചിച്ചിട്ട് എനിക്കൊരു ഒത്തും പിടിയും കിട്ടുന്നില്ല. നമ്മളിപ്പോ എന്താക്കാനാ? ഓളെന്തായാലും പോയില്ലേ, ഇനിയിപ്പൊ ഇങ്ങനെ കുടിച്ചോണ്ട് ഓളിനി തിരിച്ചു വരുവാ. അഞ്ജലി എന്താ സഹിച്ചേട്ടാ? എണീക്കടി, സമയം 8 മണിയായി. 8 മണിയേക്കാളും ഞാൻ 9 മണിയൊക്കെ ആകുമ്പോ എനിക്ക് നോക്ക്, എനിക്ക് ബസ് എടുക്കേണ്ട സമയമായി, ഞാൻ പോട്ടെ. മോളെ അഞ്ജുസ, ആ
വസന്തേ, ഇനി രാവിലെ ആയി കടത്തം കിടക്കുന്നില്ല, പിള്ളേർ ഉണയിച്ചിട്ടില്ല, ഓൽക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക. എനിക്ക് ഒന്നിനാവൂലേ? നമ്മളിങ്ങനെ വിഷമിച്ചോണ്ട് എന്താ, ഓള് പോയില്ലേ, നമ്മളെ മാണ്ടാത്തോണ്ടല്ലേ ഓള് പോയി. ഇങ്ങനെയൊക്കെ അച്ഛാ, ഞാൻ പാർസൽ വാങ്ങിക്കുന്നുണ്ട് ഭക്ഷണം, അമ്മേനെയും വിളിച്ചോ. വസന്തേ, ബാ എന്തെങ്കിലും കഴിക്കാം. എനക്കൊന്നും വേണ്ട. ഈ പ്രഷറിൻ്റെ ഭക്ഷണമല്ലേ അല്ലേ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് എന്നാ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുവേ. നിങ്ങളെല്ലാരും കഴിച്ചോ? ചോറും കറിയും വെക്കണ്ടേ? സമയത്തിലായി. ചോറും കറിയാ എനിക്കാണെന്നറിയില്ല, എൻ്റെ അങ്ങനെ അമ്മയാ വെക്കാം. നട്ടിട്ട് വരെ കിടന്നുറങ്ങുന്ന വയക്ക് വാ വാ. എൻ്റെ ഈശ്വര, ഇതെത്ര തുണിയാ! ഇവർക്കൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചൂടെ? ഇതും കൂടി അങ്ങ് തിരുമ്പിയിട്ട് ചോറും കറിയും വെക്കണം കേട്ടാ. എന്തൊരു കഷ്ടാ. തിരുമ്പൂല്ലേ? ആ തിരുമ്പാ. അവളെ കിട്ടിയ ഒരു വെള്ളം ചൂടാക്കുന്ന കൂടി അറിഞ്ഞുകൂടാത്തിയോളാ. അമ്മേ, നിങ്ങൾ ഈ മണിമുട്ടിയിട്ട എൻ്റെ ആദ്യത്തോളം ഇവിടുന്ന് പായിച്ചേ. ഇതിനെങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് സെറ്റായി കൊണ്ടുവന്നത്. അതിന് 18 വയസ്സായിക്കാളും ഒന്ന് പറഞ്ഞിട്ട് ഈ മണിമുട്ടുന്ന സമയത്ത് ഓളെ ഒന്ന് റെഡിയാക്കി കൊണ്ടുപോവാ. വെറുതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്താടാ ടീച്ചറാറ്റാ പഠിപ്പിക്കുക? ഞാൻ മര്യാദ കേൾക്കുന്നില്ല, ഓരോരുത്തരെ ഞാൻ പഠിപ്പിക്കില്ല. ഇതാരതാടി കാറ്? നിങ്ങളെയാ? അത് അപ്പുറത്തെ വീട്ടിലത്തെ അടി. ഇവരെന്തിനാണ് ഇങ്ങനെ മണിമുട്ടുന്നേ? ആർക്കറിയാം, ഞാൻ വന്ന മുതൽ സഹിക്കരുത്. എടി, ഞാൻ നിന്റെ വീടിന്റെ ഇടവലത്ത് പോയിക്കേനു. എന്നിട്ട് ഇഞ്ച പൊര ഇപ്പൊ മരിച്ച പൊര പോലെയാ, ആരും പുറത്തു പോലും ഇറങ്ങിയില്ല. എന്റെ മളെ, ഇനി സജേഷ് എൻ്റെ കൂടെ ഒളിച്ചോടി നേട്ടപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയിക്ക്. അല്ല, കല്യാണം കഴിഞ്ഞ് ഇവരോട് എങ്ങനെ എനിക്ക് പ്രേമം തോന്നിയേ? സജേഷ് ചേട്ടൻ ഡിവോഴ്സ് ആയ ടൈമിലാ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടെ. ആ സമയത്തോടെ സങ്കടമെല്ലാം കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങാൻ ഇഷ്ടമായി പോയതാടി. ഞാൻ നോക്കിയ സജേഷ് ചേട്ടന് ഭയങ്കര ജീവനാടി. പിന്നില്ലേ, അത്ര നല്ല ന്യൂസ് ഒന്നല്ല എന്റെ സജേഷനെ കുറിച്ച് കേൾക്കുന്നേ. എന്താടി? ഇനിയിപ്പോ അതൊന്നും മറ്റൊരു കാര്യമില്ലടി. എന്താടി? എന്തായാലും ഒന്ന് പറഞ്ഞൂട്. ഇന്റെ സജേഷ് ചേട്ടനുണ്ടല്ലോ, ഏതോ ഒരു ഉമ്മച്ചി പെണ്ണുമായിട്ട് ബന്ധമുണ്ടേനു. അതറിഞ്ഞിട്ടാ ഓല ആദ്യത്തെ ഭാര്യ ഒഴിവാക്കി പോയെ. ആ ബന്ധം ഇപ്പൊ ഉണ്ടെന്ന് എല്ലാരും പറയുന്നത്. നീ ശ്രദ്ധിച്ച മോളെ. എപ്പോ ഇങ്ങനെ തിന്നുനോക്ക്, ഇന്നെ കൊണ്ടെന്തിനു പറ്റൂ? ആ മണിയടി ഒന്ന് നിർത്തുവോ? രാവിലെ തുടങ്ങിയതല്ലേ, ചെവിതല കേൾക്കുന്നില്ല. ജാനുവിനോട് മണിയടി നിർത്തുവാനോ? ഇന്നെക്കാട്ടും നല്ല ആദ്യത്തെയോളേനു. അല്ല, ആദ്യത്തോളം നിങ്ങൾ തന്നെയല്ലേ പായിപ്പിച്ചേ? ആര് വായിപ്പിച്ചിന്ന്? ഞാൻ വായിപ്പിച്ചിന്നാ? ഓനൊരു വേറെ ഒരു പെണ്ണുമായിട്ട് ബന്ധേനു, അത് കണ്ടുപിടിച്ച് ഓൾ ഒഴിഞ്ഞു പോയി. ആര്? ഓൻ എത്ര പെൺപിള്ളേരുണ്ട്, ഇനി എത്ര ആവത്തതാ? നീ പെട്ടുമോളെ, നീ പെട്ടുമോളെ. എടാ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ. എന്തെങ്കിലും വിളിക്കണമെന്ന് അത്യാവശ്യമാണെങ്കിൽ സ്നാപ്ചാറ്റിൽ ഒരു മെസ്സേജ് ഇട്ടോ. നീ ഇവിടുന്ന് കോയിനെയും കൊഞ്ചിച്ച് കളിച്ച ഓനതാ മേലേന്ന് വേറെ ഏതോ ഒരുത്തിയോട് കൊഞ്ചുന്ന്. നീ പിടിച്ചാ കിട്ടുന്നവനല്ലേ മോയെ? ജാനു എന്റെ പോരെ കതിയ കാലിഞ്ഞു വായു. കല്യാണം ഞാൻ എത്ര കഴിച്ചാലെന്താ? നിന്റെ മുത്തല്ലേ? പണ്ട് ഞാൻ കല്യാണം കഴിച്ചല്ലേ, അന്ന് പിടി കുറഞ്ഞിക്കാ. സജേഷേട്ടാ, അതാരാ ഫോണില്? എടാ, ഞാൻ നാളെ ബസ്സിലുണ്ടാവില്ല കേട്ടാ. ഞാനും ഓള് കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും പോയിക്കിട്ടാലോ, നാളെ ടൂർ പോന്ന. നിങ്ങളാ ഫോൺ ഇങ്ങെടുക്ക്. ഫോൺ
ആ നിങ്ങൾക്ക് ഫോണൊന്നും തന്നാലേ. നീ എന്താണ് ഒച്ച എടുത്തിട്ട് ആൾക്കാർ കേൾപ്പിക്കുന്നേ? എനിക്കെന്നാ വേണ്ടിയേ? സാശേട്ടാ നിങ്ങൾ ഫോൺ ഇങ്ങെടുക്ക്. എനിക്കെന്താ ഇപ്പൊ ഒരു സംശയ രോഗം? ഫോണൊന്നും അങ്ങനെ തരുവാൻ പറ്റുമല്ല. ഫോണിൽ ഓരോ പ്രൈവസി ഓരോരുത്തരെ. ഞാൻ അറിയാത്ത എന്ത് പ്രൈവസി നിങ്ങൾക്ക് വേണ്ടേ? ഇനി അത് അമ്മ നോക്കി നടക്കുന്നത്. അടുക്കള പണിയൊന്നുമില്ലേ? വേണ എനിക്കറിയാം നിങ്ങൾ ആ ഉമ്മച്ചി പെണ്ണിനല്ലേ വിളിക്കുന്നേ. നിന്റെ കാര്യം നോക്കി നടന്നാൽ മതി. ഈ ഒരു കാര്യം അറിയാം, ഈ ലോകത്തെ ഏറ്റവും വൃത്തിയായിട്ടൊരുത്തിനെ ഞാൻ പ്രേമിക്കുന്നത്. എനക്കെന്നല്ല ഒരാങ്ങളക്കും ഇതൊന്നും അംഗീകരിച്ചിടാൻ പറ്റൂല. അമ്മ ഇന്നലെ പോയോ സായിച്ചേട്ടൻ? വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഞാൻ എൻ്റെ റിസീൽ നോക്കട്ടെ ഓനെവിടെയാ പോയെന്ന്. സ്വാമി പറയുന്നത് ഓൻ ഇന്നലെ ഉമ്മച്ചിൻ്റെ അടുത്താണുള്ളതെന്നാ. ഡാ ഇക്കടാടാ ഞേടിയനും ഇന്നലാ. ഞാനൊരു പണിക്ക് പോയതാ. സായിച്ചേട്ടാ ഇന്നലെ എവിടെയാ നിങ്ങള്? ഇന്നലെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാ. ഞാൻ വണ്ടി തന്നെ കിടന്ന്. അതിനെന്താ? ഇങ്ങനെ പച്ച കളത്രം പറയരുത്. നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഞാൻ നിങ്ങളുടെ കിളിയെ വിളിച്ചു നോക്കിയല്ലോ. അപ്പൊ അവര് വേറെ നിങ്ങൾ ബസ് വെച്ചിട്ട് പോയിന്നാ. ഓ അപ്പൊ അതാരാ ഉമ്മച്ചി പെണ്ണ്? പറ, നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നില്ലേ? എനക്കങ്ങനെ പല പെണ്ണുങ്ങളായിട്ടും ബന്ധമുണ്ടാവും. ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം. വേണ്ടി വന്നു കഴിഞ്ഞാൽ കൊല്ലുവാനും ഞാൻ മടിക്കൂല കേട്ടാ. അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം ഇവിടെ. ഏട്ടനത് മനസ്സിലായിട്ടല്ല. ഇവനെ പോലത്തെ ഒരുത്തന്നെ എങ്ങനെ എൻ്റെ തലയിൽ ഞാൻ കെട്ടിവെച്ച് തരുവാ? എനിക്ക് അവനെ കുറിച്ച് എന്തെങ്കിലും അറിയാവാ? സജീഷ് എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇത് കണ്ട വിശപ്പില്ല. ഇനി അവൻ്റെ പോയാൽ ഇത് ചോറ്റിലൊഴിച്ച് എനക്കങ്ങനെ പല പെണ്ണുങ്ങളായിട്ടും ബന്ധമുണ്ടാവും. ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം.